لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് ക്ഷമയോടുകൂടി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി പരിശ്രമിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മനുഷ്യരുടെ നന്മകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആ ആലോചനക്ക് നാം നൽകേണ്ട ഒരു മുൻഗണനയും പ്രയോറിറ്റിയുമുണ്ട്. അത് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒന്നാമതായി നമ്മുടെ ആലോചനകളിൽ മനുഷ്യരാശിയിൽ നന്മ നിലനിൽക്കണമെന്ന ആലോചന നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഒന്നാമതായി ആ നന്മയുണ്ടാകണമെന്ന് ആലോചിക്കേണ്ടത് നമ്മുടെ വ്യക്തി ജീവിതത്തിലാണ്. രണ്ടാമതായിട്ടുണ്ടാകേണ്ടത് നമ്മുടെ കുടുംബത്തിലാണ്. മൂന്നാമതായി അത് പ്രയോഗവൽക്കരിക്കേണ്ടത്, അത് ഉണ്ടാകണമെന്ന് നാം ആഗ്രഹിക്കേണ്ടത് സമൂഹത്തിലാണ്. ഇതാണ് ഈ നന്മ സമൂഹത്തിൽ ഉണ്ടാകണം. ഇസ്ലാമിക നിയമങ്ങളും ഇസ്ലാമിന്റെ സംസ്കാരങ്ങളും ഇസ്ലാമിക ചിഹ്നങ്ങളുമൊക്കെ സമൂഹത്തിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന്റെ മുൻഗണനാ ക്രമം അങ്ങനെയാണ്. ഒന്നാമത്തേത് വ്യക്തി ജീവിതത്തിലാണ്, രണ്ടാമത്തേത് നമ്മുടെ കുടുംബത്തിലാണ്, മൂന്നാമത്തേത് സമൂഹത്തിലാണ്. ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുക എന്ന ആലോചന വിശ്വാസികളുടെ മനസ്സിലും ചിന്തയിലും ഉണ്ടാകേണ്ട ഒന്നാണ്. അപ്പോൾ ആദ്യത്തേത് ഒന്നാമതും രണ്ടാമതും മൂന്നാമതുമായി ഇസ്ലാമികമായ നന്മയും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയും നരകത്തിലേക്ക് ഒരിക്കലും പ്രവേശിക്കരുത് റബ്ബേ എന്ന പ്രാർത്ഥനയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്ന ആഗ്രഹവും തുടങ്ങേണ്ടത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നിന്നാണ്. കാരണം നാം നശിച്ച് നമ്മുടെ കുടുംബവും സമൂഹവും രക്ഷപ്പെട്ടതുകൊണ്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വൽ തൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ഓരോ നഫ്സും ഉറ്റാലോചിക്കേണ്ടത്, നല്ല കാഴ്ചപ്പാടുണ്ടാകേണ്ടത് മാ ഖദ്ദമത് ലിഗദിൻ,
നമുക്ക് വേണ്ടി നാം നാളേക്ക് വേണ്ടി പരലോകത്തിനു വേണ്ടി എന്ത് ഉണ്ടാക്കി വെച്ചു എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഖുർആൻ പറയുന്നത് അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ജീവിതത്തിന്റെ വിവിധങ്ങളായ മേഖലകളിലെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ട്. നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ ഇസ്ലാം എന്നത് ഒരു അഭിനയമല്ല. ഇസ്ലാം എന്നത് നാം നേരം വെളുത്തത് മുതൽ വൈകുന്നേരം കിടന്നുറങ്ങുന്നത് വരെ, കിടന്നുറങ്ങുന്ന സമയത്തും നാം വിവിധങ്ങളായ മേഖലകളിലൂടെ സഞ്ചരിക്കുന്നവരാണ്. അവിടെ ഇബാദത്ത് എന്നത് വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. അത് നിർബന്ധമായി നാം ചെയ്യേണ്ട ഒന്നുമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നാം ഇടപെടുന്ന എല്ലാ മേഖലകളിലും ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെ നിയമം എന്താണ്, ആ നിയമം ഞാൻ സ്വീകരിക്കണം. സ്വാഭാവികമായി മനുഷ്യരെന്ന നിലക്ക് അപാകതകൾ, ന്യൂനതകൾ, പോരായ്മകൾ ഉണ്ടാകും. ആ അപാകതകളും പോരായ്മകളും ന്യൂനതകളും കണ്ടെത്തി തിരുത്തി വ്യക്തിജീവിതം നന്നാകണമെന്ന ആഗ്രഹത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകണം. വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ. നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, നാളേക്ക് വേണ്ടി നാം എന്ത് ചെയ്തു എന്നതിനെ കുറിച്ച് നിങ്ങൾ ഉറ്റാലോചിച്ചു കൊണ്ടേയിരിക്കണം. വത്തഖുല്ലാഹ്, രണ്ടാമത്തെ പ്രാവശ്യം ഒരായത്തിൽ വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. കാരണം ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് സസൂക്ഷ്മം അറിയുന്നവനാണ് അല്ലാഹു. അലീം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരു സിഫത്താണ്. അലീം എന്ന് പറഞ്ഞാൽ അറിയുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. ഖബീർ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി അറിയുന്നവൻ എന്നാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച്, നമ്മുടെ പരസ്യമായ, നമ്മുടെ രഹസ്യമായ ജീവിതത്തെ കുറിച്ച് സസൂക്ഷ്മം അറിയുന്ന, നിരീക്ഷിക്കുന്ന അള്ളാഹുവിന്റെ നിയമങ്ങളെ നിങ്ങൾ അനുസരിക്കണം, പാലിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ സമൂഹത്തിൽ നന്മയുണ്ടാകണം, സമൂഹം നന്നാകണം എന്ന് ചിന്തിക്കുന്നതിൽ ആ സമൂഹത്തിലെ ഒന്നാമത്തെ വ്യക്തി ആരാണ്? നമ്മളാണ് ഒന്നാമത്തെ വ്യക്തി. നമ്മുടെ ജീവിതത്തെ പരമാവധി നന്നാക്കുക എന്നത് നമ്മുടെ നന്നാകണം എന്നാഗ്രഹിക്കുന്നതിന്റെ മുൻഗണനയിലെ ഒന്നാമത്തെ കാര്യമാണ്. നമ്മൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ ജീവിതം എന്നത് നമുക്ക് ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്. ഒരു ചെറിയ പ്രായത്തിൽ, ഒരു പ്രത്യേക പ്രായം മുതൽ നമുക്ക് നമ്മുടെ കാര്യമായിരിക്കും. കാരണം നമ്മുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാകും, അപ്പൊ നമ്മുടെ കാര്യം ഉണ്ടാകും. പക്ഷെ ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് ആളുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തവരാണ്. ഭാര്യയുടെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്, മക്കളുടെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്, കുടുംബത്തിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇത് നിർവഹിക്കുക എന്നത് മതമാണ്, ദീനാണ്. മാന്യമായി ഭാര്യയെ സംരക്ഷിക്കുക, മക്കളുടെ കാര്യങ്ങൾ ഭൗതികമായത് നിർവഹിച്ചു കൊടുക്കുക എന്നതൊക്കെ ഒരു മുസ്ലിമിന്റെ മേന്മയാണ്, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ് എന്ന് മാത്രമല്ല, അതൊക്കെ സ്വതക്കയാണ്. ഒരാൾ നേരം വെളുത്ത് വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്യാൻ വേണ്ടി വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ നല്ല നീയത്തോടുകൂടി ഇറങ്ങിയാൽ ഓരോ സെക്കൻഡും അയാൾ സ്വതക്കയിലാണ്. അപ്പോൾ ഇത് നമ്മുടെ ബാധ്യതയാണ്. എന്നാൽ ഈ ബാധ്യതകൾ നിർവഹിക്കുന്നതിനിടയിൽ മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, കുടുംബത്തിനു വേണ്ടി ഈ ബാധ്യതകൾ നിർവഹിക്കുന്നതിനിടയിൽ പരലോകത്തേക്ക് വേണ്ടി നാം ചെയ്തു വെക്കേണ്ട കാര്യങ്ങളിൽ നമ്മൾ അശ്രദ്ധരാകരുത്. കാരണം നമ്മൾ നമ്മുടെ കാര്യം അതിന് മുൻഗണന നൽകേണ്ടതുണ്ട്. നമ്മൾ ദുനിയാവിന്റെ കാര്യത്തിൽ നല്ല ഭക്ഷണം ഒഴിവാക്കുന്ന ആളുകളുണ്ട്, നല്ല വാഹനം ഒഴിവാക്കുന്നവരുണ്ട്, നല്ല ജീവിതത്തിന്റെ ഭൗതികമായ അനുഗ്രഹങ്ങളെ മാറ്റി നിർത്തുന്നവരുണ്ട്. ഇതൊക്കെ മാറ്റി നിർത്തുന്നത് മക്കൾക്ക് വേണ്ടിയാണ്. അങ്ങാടിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഒരു കടയിൽ കയറി ഒരു ജ്യൂസ് കുടിച്ചാൽ എത്രയാകും? അപ്പൊ അയാളെ മനസ്സിലേക്ക് ഒരു കണക്ക് വരികയാണ്, എത്രയാവും. എന്നാൽ അത് അയാൾക്ക് കുടിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ആ പണം നഷ്ടപ്പെടുത്തുന്നില്ല. പിന്നെയോ അതിന് പകരം കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോയാൽ എല്ലാവർക്കും കുടിക്കല്ലോ. ഇങ്ങനെ ആലോചിക്കുന്ന, നല്ല ചിന്തയുള്ള, കുറഞ്ഞ വരുമാനമുള്ള ഒരുപാട് മനുഷ്യന്മാരുണ്ട്. പരമാവധി മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു വെക്കട്ടെ, എന്റെ ജീവിതം ഒന്ന് ഇടുക്കി ജീവിച്ചാലും ഭാവിയിൽ മക്കൾക്ക് വല്ലതും വേണ്ടേ എന്ന് ചിന്തിച്ച് ജീവിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ആകാം. പക്ഷെ ഇത് ചിന്തിക്കുന്നത് പോലെ തന്നെ
അതിനേക്കാൾ പ്രാധാന്യത്തോടെ പരലോകത്തേക്കുള്ള എന്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടതുണ്ട്. എന്റെ ആരാധനകൾക്ക്, എന്റെ ദാനധർമ്മങ്ങൾക്ക്, എന്റെ നല്ല കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് അത് ഞാൻ തന്നെ നിർവഹിക്കേണ്ടതാണ് എന്ന ചിന്ത ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് ഖുർആൻ പറഞ്ഞത്, വഖദ്ദിമൂ ലി അൻഫുസികും, നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിന് നിങ്ങൾ മുൻഗണന നൽകണം. വത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും വേണം. വഅലമു, മനുഷ്യരെ നിങ്ങൾ മനസ്സിലാക്കണം, അന്നകും മുലാഖൂഹു, നിങ്ങളെ അല്ലാഹു പിടികൂടുക തന്നെ ചെയ്യും. നമുക്കൊരു മരണത്തിന്റെ ദിവസമുണ്ട്, ഒരു അവസാനമുണ്ട്. ഈ ജീവിതത്തിൽ നിന്ന് പരലോകത്തേക്ക് യാത്രയാകേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിന് നിങ്ങൾ മുൻഗണന നൽകണം. പരലോകത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ പ്രാധാന്യം നൽകണം. വബശ്ശിരിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് പ്രവാചകരെ നീ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുക. അപ്പോൾ ഒന്നാമത്തേത് അതാണ്. ഒന്നാമത്തേത്, നാം സമൂഹത്തെ കുറിച്ച് വിലയിരുത്തുമ്പോൾ സമൂഹത്തിൽ നടമാടുന്ന അധർമ്മങ്ങളെ കുറിച്ച്, അധാർമികതകളെ കുറിച്ച്, വൃത്തികേടുകളെ കുറിച്ച് ഒക്കെ ചർച്ച ചെയ്യുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരേണ്ടത്, മറക്കാതെ നാം ചിന്തിക്കേണ്ടത് സമൂഹത്തെ കുറിച്ചല്ല. ചിന്തിക്കണം, കുടുംബത്തെ കുറിച്ചല്ല, അതും ചിന്തിക്കണം. നമ്മെ കുറിച്ച് ചിന്തിക്കണം. ഞാൻ എങ്ങനെയാണ്, എന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, എന്റെ സമീപനങ്ങൾ എങ്ങനെയാണ്, എന്റെ ജീവിതത്തിന്റെ ഓരോ ഇടപാടുകളിലും നിലപാടുകളിലും എന്റെ ജീവിതത്തിലെ വിശുദ്ധി എങ്ങനെയാണ് എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പൊ അതാണ് നമ്മുടെ മുൻഗണനയിൽ ഒന്നാമത്തേത്. രണ്ടാമത്തേത് നമ്മുടെ കുടുംബമാണ്. നമ്മുടെ കുടുംബം, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, ഇതാണ് ഒരാളുടെ അണ്ടറിലുള്ളത്. അത്രേ ഉള്ളൂ. നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ. പിന്നെ അത് അപ്പുറത്തേക്ക് ഇങ്ങനെ വിശാലമാക്കാം നമുക്ക്. നമ്മുടെ ജേട്ടന്മാർ, നമ്മുടെ അനിയന്മാർ, ജേട്ടന്മാരുടെ മക്കൾ, അനിയന്മാരുടെ മക്കൾ. ഇത് എത്ര വിശാലമാക്കുന്നുവോ, എത്ര അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ, അത്രയും ഒരു കുടുംബത്തിന്റെ നന്മയാണ്. പക്ഷെ പലപ്പോഴും സമൂഹത്തിൽ നിന്ന് അനുഭവപ്പെടാറുള്ളതും പലപ്പോഴും ചിന്തിച്ചു പോകാറുമുള്ള ഒരു കാര്യം, സമൂഹത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്ന ഒരു ആവേശവും ചില വിഷയങ്ങളിൽ നാം സ്വീകരിക്കുന്ന തീവ്രമായതോ അതല്ലെങ്കിൽ അല്ലാത്തതോ ആയ ചില നിലപാടുകളും നമ്മുടെ മക്കളുടെയും കുടുംബത്തിന്റെയും കാര്യത്തിൽ ഇല്ലേ എന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ലേ? നാട്ടിൽ വിവിധങ്ങളായ നിയമങ്ങളും വിവിധങ്ങളായ കാര്യങ്ങളും ഒക്കെ നടമാടും, സ്വാഭാവികമാണ്. പക്ഷെ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതിന്റെ മുൻപ് നാം ഉറ്റാലോചിക്കേണ്ട ഒന്ന്, എന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ ആലോചിക്കണം. എന്നിട്ടല്ലേ ബാക്കിയുള്ളത്. എന്താപ്പോ നാട്ടിലുള്ള ചെറുപ്പക്കാരുടെ ഒക്കെ ഒരു അവസ്ഥ? നല്ലതാണ്, നല്ല ചിന്തയിൽ നിന്നുണ്ടാകുന്ന ഒരു ചോദ്യം. എന്താപ്പോ നാട്ടിലെ ചെറുപ്പക്കാരുടെ ഒക്കെ ഒരു അവസ്ഥ? എന്താപ്പോ നാട്ടിൽ വളർന്നു വരുന്ന പെൺകുട്ടികളുടെ ഒക്കെ ഒരു അവസ്ഥ? എന്താപ്പോ മനുഷ്യന്മാരുടെ ഒക്കെ ഒരു കഥ? ഇത് ആലോചിക്കുന്നതിന്റെ മുമ്പ് നാം ഒന്നാമത് നമ്മളെ കുറിച്ച് ആലോചിച്ചു. രണ്ടാമത് നമ്മൾ ആലോചിക്കേണ്ടത്, എന്തപ്പോ എന്റെ മക്കളുടെ ഒക്കെ ഒരവസ്ഥ, എന്തപ്പോ എന്റെ ഭർത്താവിന്റെ ഒരവസ്ഥ, എന്തപ്പോ എന്റെ ഭാര്യയുടെ ഒരവസ്ഥ? ഈ ആലോചന നമ്മുടെ മുൻഗണനയിൽ രണ്ടാമതായി കടന്നു വരേണ്ട ഒന്നാണ്. ഇത് കടന്നു വിട്ടില്ലെങ്കിലോ അപ്പുറത്തുള്ള ആളും പറയും, എന്തപ്പോ നാട്ടുകാരൊക്കെ അവസ്ഥ? ഇതൊക്കെ ഓരോ കുടുംബത്തിന് ഇറങ്ങണോ തന്നെയാണല്ലോ. ഇതൊക്കെ ഈ മക്കൾ, പെൺകുട്ടികൾ, ആൺകുട്ടികൾ, ചെറുപ്പക്കാർ, അവരിലൂടെ ഉണ്ടാകുന്ന അധാർമികതകൾ, അവരിലുള്ള വിശ്വാസ വൈകല്യങ്ങൾ, അവരിലുള്ള സാംസ്കാരികമായ ച്യുതികൾ, ഇതൊക്കെ കുറെ കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്. ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? പോരല്ലോ, ഇതിന് പരിഹാരം വേണ്ടേ? അപ്പൊ ഒരാൾ ആലോചിക്കേണ്ടത്, എന്റെ അവസ്ഥ എന്താണ്? രണ്ടാമത്, എന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണ്? സമൂഹത്തിന്റെ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നതിന്റെ ആഴവും പരപ്പും സ്വന്തം കുടുംബത്തിലേക്കൊന്നു വന്നാൽ ഒരുപാട് വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാകും. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അണ്ടറിലുള്ളവരാണ്. അപ്പൊ നമ്മൾ അവരെ ഇസ്ലാമിക നിയമപ്രകാരം 7 വയസ്സ് മുതൽ സംസ്കാരം പഠിപ്പിക്കണം. 7 വയസ്സെന്ന് പറഞ്ഞാൽ 2ാം ക്ലാസ് ആണ്. നമ്മളെല്ലാത്തിനും മക്കൾക്ക് ചിരിച്ചു കൊടുത്താല് സൈക്കോളജിക്കൽ പ്രകാരം തന്നെ കുട്ടി ഒരു തെറ്റ് ചെയ്യുമ്പോൾ ചിരിച്ചു കൊടുക്കാൻ പാടില്ല. കാരണം എന്താ? കുട്ടിയെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകണം. അങ്ങനല്ലോ, ഒരു വേണ്ടാത്രം പറഞ്ഞ കണ്ടോൻ പറഞ്ഞ് ഇതിങ്ങനെ ചിരിച്ചു കൊടുക്കുക, ആ കുട്ടിക്ക് നൽകുന്ന അംഗീകാരമാണ്. അല്ല, അവിടുന്ന് കുട്ടിയെ ഗൈഡ് ചെയ്യണം. അങ്ങനെ പറയരുത് കേട്ടോ മോനെ, അങ്ങനെ സംസാരിക്കരുത് കേട്ടോ, ഗൈഡ് ചെയ്ത് കുട്ടിയെ കൊണ്ടുവരണം.
അപ്പൊ നമ്മൾ അവിടെ 7 വയസ്സു മുതൽ നമസ്കാരം ശീലിപ്പിക്കണമെന്ന് പറഞ്ഞ ഒരു മതത്തിന്റെ പ്രവാചകന്റെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കും. മോനെ സമ്മില്ല ബിസ്മി ചൊല്ലി, കുൽ ബിയമീനിക, വലത് കൈ കൊണ്ട് കുടിക്ക്, വലത് കൈ കൊണ്ട് തിന്ന്, നിന്റെ ഭാഗത്ത് നിന്ന് ഭക്ഷണം കഴിക്ക്. ഇതൊരു സംസ്കാരത്തിന്റെ ബാലപാഠങ്ങളാണ്. ഇത് ഇവിടുന്ന ഇത് കല്യാണത്തിന് പോയിട്ട് നാട്ടുകാരുടെ കുട്ടികളുടെ കാര്യമല്ല, എന്താ ചെക്കന്മാരൊക്കെ അങ്ങനെയല്ല. അവനവന്റെ കുട്ടികളുടെ കാര്യം, അവനവന്റെ മക്കളുടെ കാര്യം, അവനവന്റെ കുടുംബത്തിന്റെ കാര്യം, അതാണ് മുൻഗണനയിലെ രണ്ടാമത്തേത്. അത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ നമ്മുടെ മക്കൾക്കറിയുമോ? നാം മരണപ്പെട്ട് കഴിഞ്ഞാൽ, അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ നമ്മളെന്ന അജണ്ട ഇവിടെ ഇല്ല. കാരണം ഇവിടെ അതിനൊന്നും ആളുകൾക്ക് നേരല്ല. പിന്നെ നമ്മുടെ മയ്യത്ത് ഇവിടെ മുന്നിലാണ്. ഒരിക്കലും പള്ളിയുടെ മുന്നിലേക്ക് വരൂല എന്ന് വിചാരിച്ചവനെ വരെ കൊണ്ടുവരുന്ന സ്ഥലമാണ് ഈ മുന്നിൽ. ഇവിടുക്കാ കൊണ്ടുവരിക. ഇവിടുന്ന് പിന്നിൽ നിന്നിങ്ങനെ നിസ്കരിക്കുമ്പോ എന്റെ മയ്യത്ത് നമസ്കരിക്കുമ്പോഴുള്ള പ്രാർത്ഥന എന്റെ മക്കൾക്ക് അറിയുമോ? അറിയണ്ടേ? അറിയണല്ലോ. കാരണം നമുക്ക് വേണ്ടി അവസാനം അസ്സലാത്തു അലൈഹിമ, എന്താണ് പ്രവാചകരെ, എന്താണ് മാതാപിതാക്കൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടത്? നീ അവർക്ക് വേണ്ടി നമസ്കരിക്കണം. അവർക്ക് വേണ്ടി പാപമോചനം നടത്തണം. അപ്പോ നമ്മുടെ ബാപ്പ മരിച്ചാല് ഓരോ മക്കളും ആലോചിക്കാം, എന്റെ ബാപ്പ മരിച്ചു, എത്രയോ, അതൊരു നല്ല മനസ്സാണ്. എത്രയോ ചെറുപ്പക്കാരുണ്ട് അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കും, ഒന്ന് ആ പ്രാർത്ഥന ഒന്ന് അയച്ചു തരും. അതിന്റെ അർത്ഥവും അതൊരു നല്ല മെസ്സേജാണ്. കാരണം അപ്പോഴും ഒന്നുമില്ല, എത്ര തക്ബീറ 4, പിന്നെ ഉണ്ടാകുന്ന മതി, ഒച്ചയ്ക്ക് വല്ലൊന്നും വേണ്ടല്ലോ. അങ്ങനെ ചിന്തിക്കണില്ല, എന്നാലും പഠിക്കണം എന്നുണ്ടല്ലോ. പക്ഷെ അത് അതിന്റെ മുമ്പ് പഠിക്കണം. വാപ്പ മരിക്കണിന്റെ മുമ്പ് പഠിക്കണം. അതിനൊക്കെയുള്ള വീഡിയോസുകളുണ്ട്, എഴുത്തുകളുണ്ട്, സാഹചര്യങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്. നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. വിശുദ്ധ ഖുർആൻ പാരായണം. ആലോചിക്കണം, നമ്മളിങ്ങനെ കുട്ടികളെ ഇരുത്തിയിട്ട് മോനെ ഫാത്തിഹ സൂറത്തൊന്ന് ഓദിക്ക, വാപ്പാന്റെ കുട്ടി, മോൻ ഓതാൻ കഴിയണല്ലോ. കുട്ടികൾ ചെറുപ്പത്തിൽ അവരുടെ വളർച്ച എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഒരു കാര്യം എന്ത് കേൾക്കുന്നുവോ അത്രത്തോളം അതിനെക്കുറിച്ച് കുട്ടിക്ക് വിവരമുണ്ടാകും. കുട്ടി അത് പാടും. കുട്ടികൾ എന്താണോ കേൾക്കുന്നത് അതാണ്. ചെറുപ്പത്തിൽ അങ്ങനെയല്ലോ, എഴുതിയല്ലോ പഠിക്കണത്, കേട്ടാണ് പഠിക്കണത്. 2 വയസ്സുള്ള ഒരു കുട്ടി ഉമ്മാന്ന് വിളിക്കണത് എഴുതിയിട്ടല്ല, കേട്ടിട്ടാണ്. അപ്പൊ എത്രത്തോളം എന്ത് കേൾക്കുന്നുവോ അത് കുട്ടി പറയും, അത് കുട്ടി പാടും, അത് കുട്ടി ഓതും. അപ്പൊ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഖുർആനിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? അപ്പൊ നമ്മുടെ കുടുംബത്തെ കുറിച്ച്, ഇസ്ലാമികമായ ആദർശത്തെ കുറിച്ച്, ഇസ്ലാമികമായ സംസ്കാരത്തെ കുറിച്ച് നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിച്ച് നോക്കുക. അതേപോലെ ഇസ്ലാമിക സംസ്കാരവും നമുക്ക് വൈകാരികമായി നാം പ്രതികരിക്കുന്ന കുറെ വിഷയങ്ങളുണ്ട്. ഇപ്പൊ ഇസ്ലാമിക വേഷം, ഒരു പെൺകുട്ടിയുടെ ഇസ്ലാമികമായ വേഷം, എന്തെങ്കിലും ഒരു നിയമം ഒന്നും വിചാരിക്കാം. ഇപ്പൊ സ്ഥാപനങ്ങളിൽ ഇസ്ലാമിക വേഷം ധരിക്കാൻ പറ്റൂല, എല്ലാരും ഇറങ്ങൂലേ? ഇന്നിപ്പം നിലവിൽ ധരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇന്ന് എത്ര ആള് ധരിച്ചു പോകുന്നുണ്ട്? ഇപ്പൊ നിലവിൽ പ്രശ്നമൊന്നുമില്ല, ഇസ്ലാമിക വേഷം ധരിക്കാൻ. ശരിക്കിന് മുഖവും മുൻകൈ ഒഴിച്ച വസ്ത്രം മാന്യമായി ധരിച്ചൊരു കുട്ടിക്ക് നടക്കാം. 1000 കുട്ടികൾ പോകണ്ടേ 10 കുട്ടികളുണ്ടാവും? ഇല്ലല്ലോ. എന്നാ നിയമം വന്ന് നോക്കട്ടെ, എല്ലാവരും ചാടി ഇറങ്ങും. അവരെ എവിടെയാണ് ആദ്യം നടപ്പിലാക്കേണ്ടത്? ഇത് എവിടെയാണ് ഇത് സന്നിവേശിപ്പിക്കേണ്ടത്? എവിടെയാണ്? കുടുംബങ്ങളിലാണ്. ആളുകൾ മാറി നിങ്ങനെ പറയും, എന്താലേ ഓരോരോ നിയമങ്ങള്, എന്താലേ ഓരോരോ കാര്യങ്ങള്. എന്നാ അവനാന്റെ മക്കള് 2 3 ഉള്ളൂ, പഴയ കാലം 10 11 ഇല്ല, 1 2 3 4 അപ്രാർക്കില്ലല്ലോ. ഈ 4 എണ്ണത്തിലുള്ള 2 എണ്ണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്റെ മകൾ ഇസ്ലാമികമായ വേഷം ധരിച്ചിട്ടാണോ പോണത്? നമുക്ക് പ്രശ്നമല്ല, നമുക്ക് ഇറങ്ങണ നിയമത്തെ കുറിച്ച് ചർച്ച ചെയ്യാനാണ്. ചർച്ച ചെയ്യേണ്ടെന്നല്ല, ചർച്ച ചെയ്യാ. പക്ഷെ ഇവിടെയാണ് ചർച്ച വരേണ്ടത്, കുടുംബങ്ങളുടെ ചർച്ച വരെ. എന്റെ ഭാര്യ, ഇസ്ലാമിന്റെ നിയമല്ലേ? ഇസ്ലാമിൽ നമസ്കാരം എങ്ങനെയെന്ന് ഖുർആനിൽ വിശദീകരിച്ചിട്ടില്ല. നിസ്കരിക്കണമെന്നേ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. നമസ്കാരത്തിന്റെ രൂപം ഹദീസിലാണ്. പക്ഷെ ഇസ്ലാമിൽ ഒരു സ്ത്രീ എങ്ങനെ വേഷം ധരിക്കണമെന്ന് ഖുർആനിലുണ്ട്. ഒരു സ്ത്രീയുടെ ഔറത്ത് ആർക്കൊക്കെ കാണാൻ പറ്റുന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ എണ്ണി 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 ആളെ സൂറത്തുൻ നൂറിൽ പറയുന്നുണ്ട്. അപ്പോ ഇസ്ലാമികമായ സംസ്കാരവും ഇസ്ലാമികമായ വേഷവും ഇസ്ലാമിക സ്വഭാവവും ഇസ്ലാമിക ആദർശവും ഒക്കെ നമ്മുടെ കുടുംബങ്ങളിൽ എത്രത്തോളം നിലനിൽക്കുന്നുണ്ട് എന്നതിനെ കുറിച്ച് വൈകാരികതകളില്ലാതെ സമാധാനത്തോടുകൂടി നാം ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ട ഒന്നാണ്. ഞാൻ സൂചിപ്പിച്ചത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ നന്മ എന്നത് എന്റെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ട് എന്ന് ആദ്യം ചിന്തിക്കുക.
സമൂഹത്തിന്റെ മുകളിലേക്കൊക്കെ കയറിന്റെ മുമ്പ് രണ്ടാമത് എന്റെ കുടുംബത്തിന്റെ കാര്യം ഈ വിഷയത്തിൽ എന്താണ് എന്ന് ചിന്തിക്കണം. അത് പ്രധാനപ്പെട്ട ഒന്നാണ്. അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. യാക്കൂബ് നബി അലൈഹിസ്സലാം മരണാസന്നനായി കടന്നപ്പോ മക്കളെ വിളിച്ചു. എല്ലാരും വിളിച്ചു, സ്വത്തോരിയക്കാനല്ല. അം കുൻതും ശുഹദാ ഇദ് ഹളറ യാക്കൂബൽ മൗത്ത്. യാക്കൂബ് നബി അലൈഹിസ്സലാം മരണാസന്നനായി കിടക്കുന്ന സമയത്ത് അവിടെ കൂടിയ മക്കളെയെല്ലാം വിളിച്ചു. ഇത് ഖാല ലി ബനീഹി, എന്നിട്ട് അദ്ദേഹം മക്കളോട് ചോദിച്ചു, മാ തഅബുദൂന മിൻ ബഅദി, മക്കളെ നിങ്ങൾ എനിക്ക് ശേഷം ആരെയാണ് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുക, ആരോടാണ് നിങ്ങൾ സഹായം തേടുക? അതൊരു ചോദ്യമാണ്. അതൊരു ഉപ്പയുടെ ആശങ്കയാണ്. ആ ആശങ്ക മാതാപിതാക്കൾക്കുണ്ടാകേണ്ടേ. ആദർശവും ഇസ്ലാമികമായ സംസ്കാരവും ഇസ്ലാമികമായ വ്യക്തിത്വവും കൊണ്ട് നടക്കുന്ന ഈ തലമുറയിലുള്ള ഒരു തലമുറ കഴിഞ്ഞുപോയാൽ അടുത്ത തലമുറയിലേക്ക് ഒന്നും കൈമാറാതെ മരണപ്പെട്ടു പോകുന്ന മാതാപിതാക്കളുണ്ട്. പിന്നെ അങ്ങനെ ഒരാളുടെ മക്കളെന്നെ ഉണ്ടാവില്ല, അഡ്രസ്സിൽ പോലും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവുമല്ലോ. ഒരു പക്ഷെ വലിയ പണ്ഡിതന്മാരായിരിക്കും, അല്ലെങ്കിൽ മതസംഘടനകളിലെ വലിയ നേതാക്കന്മാരായിരിക്കും, അല്ലെങ്കിൽ പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമായി നിലനിന്ന ആളായിരിക്കും. അയാളാണ് മരിച്ചുപോയാല് അടുത്ത ഒരു തലമുറയിലേക്ക് കൈമാറാൻ പോലും ഒരു തലമുറയെ ബാക്കിയാക്കാതെ മരണപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. അപ്പൊ ഇസ്ലാമിക ദഅവത്ത് നിൽക്കോ? ഇസ്ലാമിക സംസ്കാരം നിൽക്കോ? ഇസ്ലാമികമായ വ്യക്തിത്വം നിൽക്കൊല്ല. അപ്പൊ പുതിയൊരു ടീം അത് ഏറ്റെടുക്കും. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ മക്കൾ ഇതിന് തുടർച്ചയാകണ്ടേ? പുതിയൊരു ടീം എന്തായാലും വരും. നമ്മളൊക്കെ അങ്ങനത്തെ പുതിയ ടീമാണ്. അപ്പൊ ഒരു തലമുറ കഴിഞ്ഞാൽ ഇസ്ലാമികമായ ആദർശവും ഇസ്ലാമികമായ സംസ്കാരവും ഇസ്ലാമിക വേഷവും ഇസ്ലാമിക വ്യക്തിത്വവും പൂർണ്ണമായി നമ്മിലൂടെ അവസാനിച്ച് അടുത്ത ഒരു തലമുറക്ക് തീരെയില്ലാത്ത അപകടകരമായ ഒരു സാഹചര്യം പുതിയ കാലക്രമത്തിൽ നിലനിൽക്കുന്നുണ്ട്. അവിടെ ബാപ്പമാരായ ഉമ്മമാരായ നമ്മളെ ചിന്തിക്കണ്ടേ, ഞാൻ മരിച്ചു പോയാലും എന്റെ മക്കൾ മാത്രല്ല, അവരുടെ മക്കൾ, അവർക്ക് മക്കളുണ്ടാകും, അവരും ഇതിങ്ങനെ കെടാതെ കൈമാറേണ്ട ഒന്നാണ്. അതാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം ചോദിച്ചത്, എനിക്ക് ശേഷം നിങ്ങൾ ആരെ വിളിച്ചു പ്രാർത്ഥിക്കും, നിങ്ങൾ ആരോട് സഹായം തേടും, നിങ്ങൾ ആരെ ദൈവമായി അല്ലാഹുവായി സ്വീകരിക്കും? ഖാലു, അവർ പറഞ്ഞു. അവർ പിന്നെ തലമുറ അങ്ങനെ മുകളിലേക്ക് പറയണം. നഅബുദു ഇലാഹ ആബാഇക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ വനഹ്നു ലഹു മുസ്ലിമൂൻ. അവർ പറഞ്ഞു, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ച നിങ്ങളുടെ പ്രപിതാക്കളായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, അവരെല്ലാം വിളിച്ചു പ്രാർത്ഥിച്ച് ആരാധിച്ച ഏകനായ സഖാവിനെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കും. വനഹ്നു ലഹു മുസ്ലിമൂൻ. ബാബ, നിങ്ങൾക്കൊരു ബേജാറും വേണ്ട, ഞങ്ങൾ മുസ്ലിങ്ങളായി ജീവിക്കും. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിങ്ങളായി ജീവിക്കും. അപ്പോ നമ്മൾ നന്മയെ കുറിച്ച് ചിന്തിക്കുമ്പോ ഒന്നാമത് നമ്മളെ കുറിച്ച് ചിന്തിക്കുക, രണ്ടാമത് നമ്മുടെ അണ്ടറിൽ കഴിയുന്ന നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ ഭർത്താവ്, അവരെ കുറിച്ച് ചിന്തിക്കുക. ഇത് മുൻഗണന ഇങ്ങനെയാകണം എന്നത് ഓരോ ബാപ്പയും ഉമ്മയും ചിന്തിച്ചാൽ മാതൃകയുള്ള സംസ്കാരമുള്ള ഒരു തലമുറയെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.